ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് അഫാന് കിട്ടിയിരിക്കുന്നു. ഒരുപാട് പേർ അഫാൻ ഈ സംഭവത്തോടുകൂടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അഫാൻ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിച്ച നിരവധി ആളുകളുണ്ട്. അതിന് അവർക്ക് അവരുടേതായ കാരണവുമുണ്ട്. അത് തെറ്റാണെന്ന് പറയാനില്ല. കാരണം ഉറ്റവരെയൊക്കെയാണ് അഫാൻ കൊന്നു തള്ളിയത്. പക്ഷേ അഫാൻ്റെ തിരിച്ചുവരവ് ഒരു മെഡിക്കൽ അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു. എല്ലാവരും കൈയൊഴിഞ്ഞ ഒരു 23-കാരനാണ് അഫാൻ. ഈ കൊലപാതകത്തോടുകൂടി അഫാനെ അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി എന്ന് നമുക്കെല്ലാം അറിയാം. സ്വയം ഇല്ലാതാക്കാനും അവൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് പരാജയപ്പെട്ടതോടുകൂടി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിലേക്ക് അവൻ തള്ളപ്പെട്ടു. അഥവാ നിയമം അവനെ അവിടെ എത്തിച്ചു. ഒരു പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ അയാൾ ശ്രമിച്ചതാണ്. പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ദിവസമല്ല, കഴിഞ്ഞ മാസം അവസാനം അയാൾ അത് ചെയ്യുക തന്നെ ചെയ്തു. വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെ എഴുതിത്തള്ളിയ ഒരു കേസ് എന്ന് വേണമെങ്കിൽ പറയാം. അഫാനെ ബന്ധുക്കൾ തള്ളിപ്പറഞ്ഞു, സ്വന്തം മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞു, സുഹൃത്തുക്കൾ, നാട്ടുകാർ, പള്ളി കമ്മിറ്റിക്കാർ ആരുമില്ലായിരുന്നു. പക്ഷേ അഫാൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ഒരേ ഒരു കൂട്ടരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്. നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? പ്രസക്തമായ എൻ്റെ ഒരു ചോദ്യമാണിത്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഫാൻ മരണപ്പെട്ടു പോകണം, കോമയിലേക്ക് പോകണം, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത്തരത്തിലുള്ള ഒരു തീരുമാനം പരസ്യമായി പറയാൻ തന്നെ തയ്യാറായ എല്ലാ ആളുകളോടും ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അഫാനെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്. അവർ എന്തുകൊണ്ടത് ചെയ്തു? അവിടെയാണ് നമ്മൾ മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും വേണമെന്ന് അടിവരയിട്ട് പറയേണ്ടി വരുന്നു. അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവ നിയോഗം കിട്ടിയ വ്യക്തികളാണ് ഡോക്ടർമാർ. അവരുടെ മുമ്പിൽ എത്തുന്ന വ്യക്തി മോഷ്ടാവാണോ, കൊലപാതകിയാണോ, റേപ്പ് കേസിലെ പ്രതിയാണോ, ഇതൊന്നും തന്നെ ഡോക്ടർമാർ നോക്കാറില്ല. അവരുടെ മുമ്പിൽ വരുന്നത് ഒരു രോഗിയാണ്. ആ രോഗി ചിലപ്പം അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ആകാം, അല്ല എങ്കിൽ ചിലപ്പോൾ ഭാഗികമായിട്ടെങ്കിലും മരണത്തോട് അടുത്ത വ്യക്തിയാകാം. ചെറിയ ചികിത്സകൾ കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന വ്യക്തികളും അവരുടെ മുമ്പിൽ വരും. അവരുടെ മുമ്പിൽ വരുന്ന മനുഷ്യരെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻ്റാണ്, രോഗിയാണ്. അവൻ ആരെ കൊലപ്പെടുത്തി, ഇല്ലെങ്കിൽ അവൻ മറ്റ് എന്ത് കാരണം കൊണ്ടാണ് സ്വയം ഇല്ലാതാകാൻ തീരുമാനിച്ചത് എന്നൊന്നും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരാവശ്യവും അവർക്കില്ല. തൻ്റെ മുന്നിലെത്തുന്ന രോഗിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവർ അഹോരാത്രം തന്നെ വർക്ക് ചെയ്യുന്നത്. രാത്രിയും പകലുമില്ലാതെ ടേൺ വെച്ച് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന സേവനവും ഇത് തന്നെയാണ്. ആ സേവനം അഫാന് മതിവരുവോളം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഏകദേശം 99% രക്ഷപ്പെടില്ല എന്ന് എഴുതിത്തള്ളിയ അഫാൻ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തിരിച്ചു പറയേണ്ടി വരുന്നു. ഇനി അഫാനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരാവസ്ഥ ഒഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നേരത്തെ 99% ഗുരുതരാവസ്ഥയും 1% മാത്രം പ്രതീക്ഷയുമായിരുന്നു അഫാൻ്റെ കാര്യത്തിൽ എഴുതി വെക്കപ്പെട്ടത്. ചില മെഡിക്കൽ ബുള്ളറ്റിനുകൾ, അഫാൻ്റെ ഈ ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണ്, രക്ഷപ്പെട്ടാലും കോമയിലേക്ക് പോകും എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ വന്നിരുന്നത്.
99% അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും 1% മാത്രം പ്രതീക്ഷയുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തിരിയുകയാണ്. ദാറ്റ് മീൻസ് ഇനി 99% ജീവിത സാധ്യതയും ഇനി 1% മാത്രം മറ്റ് കോമ ഉൾപ്പെടെയുള്ള മറ്റ് സാഹചര്യങ്ങളും പറയാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? ഇല്ലെങ്കിൽ ആര് കാരണമാണ് ഇതുണ്ടായത്? ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു ശക്തി ഉണ്ട്. ഇല്ലെങ്കിൽ അഫാൻ ഈ തിരിച്ചുവരവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. നിയമത്തിൻ്റെ ശിക്ഷാവിധി അയാളെ കാത്തിരിപ്പുണ്ടാകാം, അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള 3 പോലീസ് സ്റ്റേഷനുകളും കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞു. 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കുറ്റങ്ങൾ നടന്നത്. ഒന്ന് അഫാൻ്റെ വീടിരിക്കുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ. അവിടെ അയാൾ അനുജനെയും കാമുകിയെയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവരെ ശരിക്കും കൊലപ്പെടുത്തുകയും ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ആ സ്റ്റേഷൻ പരിധിയിലാണ്, ആ കുറ്റപത്രം. മറ്റൊന്ന് ഉമ്മുമ്മ, അതായത് പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ചെയ്ത കുറ്റകൃത്യം, അത് മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതാണ് പിതാവിൻ്റെ സഹോദരനെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നടന്ന സംഭവങ്ങളാണിതെല്ലാം. 6 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർത്ത ക്രൂരകൃത്യങ്ങളാണ് ഇതെല്ലാം. വെവ്വേറെ പോലീസ് സ്റ്റേഷനുകളായിപ്പോയി. അതുകൊണ്ട് കുറ്റപത്രങ്ങളും വെവ്വേറെയായി ആണ് വെവ്വേറെ കോടതികളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് സമർപ്പിച്ച് കഴിഞ്ഞു. ഈ സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഒരു ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. അത് പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. 450ഓളം പേജുള്ള കുറ്റപത്രം. ഏകദേശം 140-ൽ പരം തെളിവുകളാണ് നിരത്തിയത്. വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ പോലീസ് ആ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അടുത്ത പ്രോസസ്സിലേക്ക് പോകാനുള്ളതാണ്, വിചാരണ ഉൾപ്പെടെയുള്ള പ്രോസസ്സിലേക്ക് പോകാനുള്ളതാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഫാൻ സ്വയം ഇല്ലാതാകാൻ ശ്രമിച്ചു. ആ അഫാനെയാണ് ജീവിതത്തിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാതാപിതാക്കൾ ഇതുവരെ കാണാൻ പോയിട്ടില്ല. ഈ ചാനലിൽ നേരത്തെ ചെയ്ത ഒരു എപ്പിസോഡിൻ്റെ ഭാഗമായി ഇവർ പോയി കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കാരണം നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. മനുഷ്യനൊക്കെ തന്നെ തെറ്റ് പറ്റുന്ന മനുഷ്യന് തിരിച്ചു വരാൻ പലപ്പോഴും നിയമം വഴിയൊരുക്കാറുണ്ട്. അവൻ മുൻപ് ഇതേ തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കുറ്റവാളി എന്നുള്ള നിലയിൽ അവൻ മറ്റൊരു പ്രവൃത്തിയും കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെങ്കിൽ, ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവന് മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ അഥവാ വരും എന്നുണ്ടെങ്കിൽ, അവൻ പിന്നീട് കുറ്റവാസന പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റ് പെരുമാറ്റ രീതികളൊന്നും തന്നെ ജയിലിൽ നടന്നിട്ടില്ല എങ്കിൽ സർക്കാരിന് അതൊക്കെ ബോധ്യപ്പെടുന്ന പക്ഷം അയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചാലും സർക്കാരിന് അതിൽ ഇളവ് നൽകാനൊക്കെ കഴിയും. അതൊക്കെ വരുന്ന കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ അഫാൻ ചെയ്ത പാതകം എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കുറ്റമാണ്. പക്ഷേ ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് അഫാൻ ഇത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് അഫാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു? മുമ്പൊരിക്കൽ പോലും അയാൾ ആരെയും ഒരു തരത്തിലും ഉപദ്രവിച്ച ഒരു ചെറുപ്പക്കാരനല്ല. ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായ ഒരു ചെറുപ്പക്കാരനല്ല. അയാൾ ഇതിലേക്ക് തിരിഞ്ഞതിൻ്റെ പിന്നിൽ അയാളെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും തന്നെയായിരുന്നു. ആ സാഹചര്യത്തിൽ അയാൾ ഇത് ചെയ്തു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെ കൊല്ലുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ ഓരോ മാനസികപരമായി ചില ആളുകൾക്ക് ചില പോരായ്മകൾ ഉണ്ടാകാം. മാനസിക ധൈര്യത്തിൻ്റെ അഭാവം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അഭാവം. 23 വയസ്സേ ഉള്ളൂ ഈ ചെറുപ്പക്കാരന്. അയാൾക്ക് തോന്നിയ ഈ കുബുദ്ധി അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് അടിസ്ഥാനത്തിൽ അത് അയാളെ മനസ്സിൽ വന്നുദിച്ചു എന്ന് പറയാനില്ല. നഖം വെട്ടാൻ പോലും പേടിക്കുന്ന ഒരാൾ, ബ്ലഡ് കണ്ടാൽ പേടിക്കുന്ന ഒരാൾ,
അയാൾ നിഷ്കരണം ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമുക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെയായാലും മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അയാളുടെ രക്തസമ്മർദ്ദം BP വളരെയധികം താഴേക്ക് പോയി, തലയിൽ രക്തയോട്ടം ഇല്ലാതായി, ഓക്സിജൻ ലെവൽ വളരെയധികം താഴ്ന്നുപോയി. ഇതെല്ലാം ഉണ്ടായിട്ടിനെ തുടർന്ന് വെൻറ്റിലേറ്ററിലേക്ക് അയാളെ കയറ്റി. ഈ ICUവിലെ വെൻറ്റിലേറ്ററിൽ കൂടുതൽ നാൾ കിടന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ട് പലപ്പോഴും ഡോക്ടർമാർ കൂടുതൽ സമയം രോഗികളെ വെൻറ്റിലേറ്ററിൽ തന്നെ തുടർച്ചയായിട്ട് ഇടാറില്ല. ഈ ഇൻഫെക്ഷൻ പേടി ഉള്ളതുകൊണ്ടാണ്. മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെയാണ് അയാൾക്ക് ശരിക്കും ശ്വാസം കൊടുത്തുകൊണ്ടിരുന്നത്. തുടർന്ന് ഭക്ഷണം പോലും ഈ ചെറിയ ജ്യൂസ് തരത്തിലുള്ളതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്സിജൻ കൊടുത്തതും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് ഡോക്ടർമാർ ഇയാളെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കി. ഒരു തവണ മാറ്റി നോക്കിയപ്പോൾ വീണ്ടും ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് തിരിച്ച് വെൻറ്റിലേറ്ററിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. കോമ സ്റ്റേജ് ഇയാൾ, അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാലും കോമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിത്യം അയാൾ ബെഡിലാവും എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാതെ അയാൾ ബെഡിൽ തന്നെ മരണം വരെ കഴിയുന്ന അവസ്ഥ ആകാം എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതിനെയൊക്കെയാണ് ഇപ്പോൾ അഫാൻ മറികടന്നിരിക്കുന്നത്. ഒരുപക്ഷെ അയാളുടെ പ്രായം അതിനൊരു പ്ലസ് പോയിൻ്റ് ആയി കാണും. അതിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ശുഷ്കാന്തിയോടുകൂടി ഇയാളുടെ ജീവൻ തിരിച്ച് പിടിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഡോക്ടർമാർ ഇപ്പോൾ വിളിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ബോധാവസ്ഥയുണ്ട്. അയാൾ പലരെയും തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ പറയുന്നത് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അയാളുടെ പരിചയക്കാരുടെ പേരുകൾ പറയുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു. അയാളുടെ പേരൻസിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തിരിച്ചറിയുന്നു. എല്ലാം അയാൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അയാളുടെ ഓർമ്മ പൂർണ്ണമായും നിലച്ചിട്ടില്ല, ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ചില സംഭവങ്ങൾക്ക് അയാൾ പ്രതികരിക്കുന്നില്ല എന്നും കേൾക്കുന്നു. അത് ഈ ചെയ്ത കുറ്റം, അതായത് ജയിലിൽ അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും തൻ്റെ ബന്ധുക്കളെയും ഉറ്റവരെയുമൊക്കെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണവുമൊക്കെ ഇയാളുടെ ഓർമ്മ സജീവമാണോ എന്നറിയുന്നതിന് വേണ്ടി ഈ മനഃശാസ്ത്ര വിദഗ്ധർ എത്തിയിരുന്നു മെഡിക്കൽ കോളേജിൽ. അവർ ചോദിച്ചു, പക്ഷേ അതിനോടൊന്നും അയാൾ പ്രതികരിച്ചില്ല. അത് സ്വാഭാവികമാണ്. ഒന്നുകിൽ അയാൾ അതിനോട് ഇപ്പോഴും ആ ചെയ്തു പോയ കുറ്റങ്ങൾ ഓർക്കാൻ അയാൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ശാരീരിക സ്ഥിതിയുടെ അവസ്ഥയിൽ കൂടുതൽ വ്രണപ്പെടുത്തുന്ന ചോദ്യങ്ങളിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറുന്നതായിരിക്കാം. എന്തായാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാം ഓർത്തു വച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇയാളോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരു സഹതടവുകാരനുണ്ട്. ആ സെല്ലിൽ തടവുകാരൻ എന്ന് പറഞ്ഞാൽ പോലീസ് ഇത്തരത്തിലുള്ള ആളുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അയാൾക്ക് ബോധ്യം വരാത്ത രീതിയിൽ ആ സെല്ലിൽ ഒരു അന്തേവാസി എന്നുള്ള നിലയിൽ ഒരു സഹതടവുകാരനെ നിയോഗിക്കും. കാരണം കിട്ടാവുന്ന മറ്റ് കാര്യങ്ങൾ, മറ്റ് രഹസ്യങ്ങൾ ഇയാളിൽ നിന്നും ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സഹതടവുകാരൻ്റെ ലക്ഷ്യം. അത് ശരിക്കും ഈ ജയിലിലെ നല്ലവരായ തടവുകാർ പലരും ഉണ്ട്. അത് ജയിൽ അധികൃതർക്കറിയാം. അവരെയാണ് ഇത്തരം കർത്തവ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കാറുള്ളത്. അവർ അത് സൂക്ഷ്മതയോടുകൂടി ചെയ്യാറുമുണ്ട്. അഫാൻ്റെ കാര്യത്തിലും ഈ സഹതടവുകാരൻ വളരെ നന്നായി തന്നെ അഫാനുമായി ഇടപഴകി. അഫാൻ്റെ വിശ്വാസങ്ങളെല്ലാം പിടിച്ചുപറ്റി. അങ്ങനെ പിടിച്ചുപറ്റിയതിനെ തുടർന്നാണ് അഫാൻ തൻ്റെ പല കാര്യങ്ങളും ഇയാളോട് തുറന്നു പറയാൻ തുടങ്ങിയത്. അയാളെ ജീവിതം മുഴുവൻ അയാൾ ഈ സഹതടവുകാരനോട് പറയുകയായിരുന്നു. തെറ്റ് പറ്റിയെന്ന് തന്നെയാണ് അയാൾ സഹതടവുകാരനോട് പറഞ്ഞത്. അതിൻ്റെ സാഹചര്യങ്ങളും അയാൾ ഈ സഹതടവുകാരനോട് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ വിവരങ്ങളെല്ലാം ഇത്തരം സഹതടവുകാരൻ ബന്ധപ്പെട്ട ജയിൽ അധികൃതരെ അറിയിക്കാറുണ്ട്. കാരണം ജയിൽ അധികൃതർക്ക് ഇയാളുടെ മാനസിക വ്യാപാരം, ഇയാൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാനസിക അവസ്ഥ ശരിയായി അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇയാൾ ഇനി സൂയിസൈഡ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, ജയിൽ ചാടാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇയാളെ
കേൾക്കും. സഹതടവുകാരൻ പറയുന്ന വിവരങ്ങളെല്ലാം ജയിൽ അധികൃതർ അവരുടെ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. കാരണം ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രിസണർ ആണ് ഈ അഫാൻ. അതുകൊണ്ട് ഈ വളരെയധികം മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവർക്കും അറിയുന്ന ഒരു പരിചിതമായ പേരാണ് അഫാൻ. ഒരു മർഡർ കേസിലെ ഒന്നല്ല 5 മർഡർ കേസുകളുടെ പ്രതിയാണ്. ഒരേ ഒരു പ്രതി മാത്രമാണ്. ആ പ്രതി ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് അഫാൻ്റെ കേസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അഫാൻ ഈ സ്വന്തം സഹതടവുകാരൻ്റെ തന്നെ ലുങ്കി നേരത്തെ തന്നെ അയാൾ ഉണക്കാൻ വേണ്ടി ഈ ജയിൽ സെല്ലിന് പുറത്ത് വിരിച്ചിട്ടിരുന്ന ലുങ്കിയാണ് വളരെ മുമ്പേ എടുത്ത് സൂക്ഷിച്ചു. ഈ ഞായറാഴ്ച സിനിമ കാണാൻ മറ്റുള്ളവർ പോയ തക്കത്തിൽ ടോയ്ലറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞ് ടോയ്ലറ്റിനകത്ത് ഈ ലുങ്കിയുമായി പോയി അവിടെ കെട്ടിത്തൂക്കി എന്നുള്ളതാണ് ഈ ജയിൽ അധികൃതരുടെ റിപ്പോർട്ട്. അതിൻ്റെ മെരിറ്റിനെക്കുറിച്ച് മുമ്പ് ചില എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതിന് കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഈ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണെന്ന് മാത്രം. കാരണം അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ. അയാളുടെ സമ്മർദ്ദങ്ങൾ, സ്ട്രെസ്സ് കാരണം ചെയ്തു പോയ കുറ്റങ്ങളാണല്ലോ. ഉറ്റവരെ ഇല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ ഉറ്റവരെ കൊന്നു തള്ളുമോ? അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അയാൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഈ ആസന്ന സമയത്ത് മാതാപിതാക്കൾ അയാളെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സ് ഉള്ള ആളുകളല്ല നമ്മുടെ നാട്ടിൽ ഉള്ളത്. പ്രത്യേകിച്ച് അമ്മമാർ. അഫാൻ്റെ ഈ ദാരുണ സ്ഥിതി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ എപ്പിസോഡുകളിലെല്ലാം വന്നു നിറഞ്ഞ കമൻറ്റുകൾ കണ്ണ് നനയിക്കുന്നതാണ്. നേരത്തെ അതിനെക്കുറിച്ച് എപ്പിസോഡ് ചെയ്തിരുന്നു. ഇപ്പോഴും ആ എപ്പിസോഡുകളുടെ താഴെ വന്നു നിറയുന്ന കമൻറ്റുകൾ എല്ലാം അമ്മമാരുടേതാണ്, സഹോദരിമാരുടേതാണ്. ഞങ്ങൾക്കും ഇതുപോലെ മകനുണ്ട്, അവൻ ഇതുപോലെ ഒരു സംഭവം അവനുണ്ടായാൽ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ലാതെ അമ്മമാർക്ക് മറ്റ് വഴികളൊന്നും ഇല്ലല്ലോ എന്ന് തന്നെയാണ് അവർ പരിതപിച്ചുകൊണ്ട് കമൻറ്റ് ഇടുന്നത്. ഇനി ഈ എപ്പിസോഡിൻ്റെ അവസാനമായി കൺക്ലൂഡ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അഫാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൂയിസൈഡ് ശ്രമം ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അയാൾ നിയമത്തിൻ്റെ മുമ്പിൽ അയാൾ എന്തായാലും കീഴടങ്ങിക്കഴിഞ്ഞു. നിയമത്തിൻ്റെ ശിക്ഷാവിധികൾ അയാളെ കാത്തിരിക്കുന്നു. പക്ഷേ ഈ എപ്പിസോഡിലും ഞങ്ങൾ ഒരു കാര്യം വീണ്ടും അപേക്ഷാരൂപത്തിൽ തന്നെ ഈ അഫാൻ്റെ മാതാപിതാക്കളോട് പറയുന്നു: നിങ്ങൾ അയാളെ പോയി കാണുക. നിങ്ങളുടെ മകനാണ്, ജീവിച്ചിരിക്കുന്നൊരു മകനാണ്. അവൻ ചെയ്തത് അരുംകുറ്റങ്ങളാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അഥവാ ഇനി അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ജീവിതം തിരിച്ചു കിട്ടിയത് മരണത്തിൻ്റെ പടിവാതിലിൽ നിന്നാണ്. ഈ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ഈ വ്യക്തിയെ നിങ്ങൾക്ക് ജീവനോടെ കാണാനുള്ള ഒരു അവസരം ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിൽ മകനെ പോയി കാണുക. ആരുടെ ആക്ഷേപവും ആരുടെ വാക്കുകളും ഒന്നും നിങ്ങൾ കേൾക്കേണ്ടതില്ല. കാരണം ഞങ്ങളുടെ എപ്പിസോഡിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഫാൻ്റെ പേരൻസിനെ സന്ദർശിക്കുന്നുണ്ട്. നേരിട്ട് തന്നെ അവരുമായി സന്ദർശിക്കുന്നുണ്ട്. എൻ്റെ ഔദ്യോഗിക തിരക്കുകൾ ഈ ആഴ്ച അവസാനിച്ച് കഴിഞ്ഞാൽ അവരെ ഞാൻ കാണും. കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരോട് ഈ കമൻറ്റുകളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അവരുടെ തീരുമാനം അതിനു മുമ്പ് സ്വയം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള വിവരവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. പക്ഷേ അഫാനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിശ്ചയമായും ആര് ആക്ഷേപിച്ചാലും എന്ത് പരാതി പറഞ്ഞാലും ഈ ചാനലിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ഇത് ഞങ്ങളുടെ കൂടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അഫാനെ സംരക്ഷിക്കാനോ അഫാനെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അല്ല. പക്ഷേ അയാൾ ഒരു മനുഷ്യനാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അഫാൻ്റെ കാര്യങ്ങൾ തീർച്ചയായും ഈ ചാനലിൽ തുടർന്നും ഉൾപ്പെടുത്തുന്നുണ്ട്. നന്ദി.